അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയ കൂട്ടുകാരെ, നമ്മെ പഠിപ്പിച്ച് നാം ഒരു വലിയ ഉന്നത നിലയിലെത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരാണ്. അവർ നമ്മെ പഠിപ്പിക്കുന്നത് നാം ഒരു ഉന്നത നിലയിലെത്തും എന്നൊരു പ്രതീക്ഷയോടാണ്. അവസാനം അവരുടെ ആ ഒരു പ്രതീക്ഷ നാം നിറവേറ്റി കൊടുക്കുമ്പോൾ അവർ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. നാം അതുപോലെ അവർക്ക് അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റി കൊടുക്കുക. അവർ നമ്മെ പറ്റി എന്തെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ നാം അത് നിറവേറ്റി കൊടുക്കുക. നാം ഈ ലോകത്ത് വലിയ ഉന്നതയിലെത്തുക. ഏറ്റവും കൂടുതൽ അവരുടെ സന്തോഷത നാം അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണത്. അവർ പഠിപ്പിച്ച് നമ്മെ നാം അതിനനുസരിച്ച് അവർ പറയുന്നതിനനുസരിച്ച് നാം ജീവിച്ച് അവസാനം നാം ഒരു വലിയ ഉന്നതയിലെത്തുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ അവർക്ക് പഠിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് പിറകോട്ട് പോകുന്നത്, പഠിക്കാൻ ശ്രമിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്നെന്തോ പുറകോട്ട് പോകുമ്പോൾ അവരുടെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടമുണ്ട്. ഞാൻ പലപ്പോഴും പിറകോട്ട് പോകുമ്പോൾ എൻ്റെ ടീച്ചേഴ്സ് എന്നോട് എന്ത് പറ്റി, ഇനി പഠിക്കണം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ പറ്റിയ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടമാണ്. ഞാൻ എൻ്റെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കിയതാണ്. അവരുടെ ഒരു ഫീലിങ്സ് അവരെന്നോട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ അവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. പഠിക്കുന്ന കുട്ടികളൊന്ന് പിറകോട്ട് പോകുമ്പോൾ അവർക്ക് വല്ലാത്തൊരു സങ്കടമാണ്. കാരണം ഒരു പ്രതീക്ഷയോടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ പ്രതീക്ഷ ഇല്ലാതാവുമ്പോൾ അവർക്ക് വല്ലാത്തൊരു സങ്കടം ഉണ്ടാകുന്നത്. പക്ഷെ നാം അങ്ങനെ ആയിക്കൂടാ. അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം. അവർ കരുതുന്ന പോലെ വലിയ ഉന്നത നിലയിൽ നാം എത്തണം. അവർ നമുക്ക് പറഞ്ഞു തരുന്ന പോലെ ചിലപ്പോഴൊക്കെ നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ പാരൻസ് നമ്മളെ ഗൈഡ് ചെയ്യുന്ന പോലെ അവർ നമ്മോട് പറയണം, ഉപദേശിക്കും ചിലപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ്. അപ്പോൾ നാം ആ ഉപദേശത്തിനനുസരിച്ച് നല്ല രീതിയിൽ നാം ജീവിക്കുക, വലിയ ഉന്നത നിലയിലെത്തുക. അവരുടെ ആ ഒരു പ്രതീക്ഷ നാം നിറവേറ്റി കൊടുക്കുക. എൻ്റെ മനസ്സിലുള്ളൊരു വലിയൊരു കാര്യമാണ് എൻ്റെ ടീച്ചേഴ്സ് അവർ പറഞ്ഞു തരുന്ന പോലെ ജീവിച്ച്, എൻ്റെ പാരൻസും എൻ്റെ ടീച്ചേഴ്സും പറഞ്ഞു തരുന്ന പോലെ ജീവിച്ച് എനിക്കൊരു വലിയ ഉന്നതയിലെത്തണമെന്ന്. ഞാൻ പുറകോട്ട് പോകുമ്പോൾ എൻ്റെ ടീച്ചേഴ്സ് ഇങ്ങനെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം വന്ന് ഞാൻ പലപ്പോഴും കരഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ കൊടുക്കുന്നൊരു തോട്ടാണ്, ഞാൻ ഇനി അങ്ങനെ പഠിക്കാതെ ആയിക്കൂടാ, പുറകോട്ട് ഇനി പോകാൻ പാടില്ല, ഇനി അങ്ങനെ എൻ്റെ ടീച്ചേഴ്സിനെ ഞാൻ വിഷമിപ്പിക്കാൻ പാടില്ല, ഞാൻ ഇനിയും പഠിച്ച് വലിയ ഉന്നതയിലെത്തണം. എൻ്റെ ടീച്ചേഴ്സ് അവരുടെ ആ ആഗ്രഹം എനിക്ക് നിറവേറ്റി കൊടുക്കണം. നമ്മുടെ ഉമ്മയുടെ സ്ഥാനത്താണ് നാം അവരെ കാണേണ്ടത്. അവർ നമ്മെ കാണുന്നത് സ്വന്തം മക്കളെ പോലെയാണ്. നാം തിരിച്ചും അങ്ങനെ തന്നെ കാണണം. ഞാൻ എൻ്റെ എല്ലാ ടീച്ചേഴ്സിനെയും കാണുന്നത് എൻ്റെ സ്വന്തം ഉമ്മയുടെ പൊസിഷനിലാണ്. എനിക്ക് എൻ്റെ ടീച്ചേഴ്സിനെ ആരെന്ത് പറയുന്നതും ഇഷ്ടമല്ല, അവരെ പറ്റി കുറ്റം പറയുന്നത് ഇഷ്ടമല്ല. അതിപ്പോൾ എന്നെ പഠിപ്പിക്കാത്ത ടീച്ചേഴ്സ് ആയിക്കോട്ടെ, എന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയിക്കോട്ടെ, എനിക്ക് എല്ലാ ടീച്ചേഴ്സിനെയും ഒരുപോലെ ഞാൻ സ്നേഹിക്കുന്നത്. എനിക്കവരെ വിഷമിപ്പിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, എൻ്റെ ടീച്ചേഴ്സിനെ ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷെ നാം നമ്മുടെ ടീച്ചേഴ്സിനെ സ്നേഹിക്കണം. നാം നമ്മുടെ ഉമ്മയും ഉപ്പയും എങ്ങനെയാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത്, എങ്ങനെ സ്നേഹിക്കുന്നത്, അതുപോലെ നാം നമ്മുടെ ടീച്ചേഴ്സിനെയും സ്നേഹിക്കണം, റെസ്പെക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.